ലോകത്തെ മുഴുവൻ ഒരു കൊടക്കീഴിലിരുത്തി സംസാരിപ്പിക്കാൻ സഹായിക്കുന്ന ക്ലബ് ഹൗസ് എന്ന സിലിക്കൺ വാലിയിൽ നിന്നുള്ള യൂണിക്കോൺ സ്റ്റാർട്ടപ്പിന്റെ കഥയാണ് ഇന്നത്തെ 1 മിനിറ്റ് സ്റ്റോറിയിൽ പറയാൻ പോകുന്നത്. കഥ ആരംഭിക്കുന്നത് റോഹൻ സെയ്ദ് എന്ന ഇൻഡോ അമേരിക്കൻ അദ്ദേഹത്തിന്റെ ഭാര്യ ജെനിഫർക്കും 2018 ലിഡിയ എന്നൊരു പെൺകുട്ടി ജനിക്കുന്നു. ഈ കുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള ഒരു ജനിതക വൈകല്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതുപോലുള്ള ജനിതക വൈകല്യങ്ങളുടെ ചികിത്സ വളരെ ചിലവേറിയതായതുകൊണ്ട് ലിഡിയ ആക്സിലറേറ്റർ എന്ന പേരിൽ റോഹൻ സെയ്ദ് ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നു ഇതേപോലുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അതിനിടയിലാണ് അദ്ദേഹം പോൾ ഡേവിഡ്സൺ എന്ന വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. പോൾ ഡേവിഡ്സണും അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർട്ടപ്പായ ഹൈലൈറ്റ് ഫെയിലർ ആയിട്ടിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ റോഹൻ സെയ്ദ് ഗൂഗിളിൽ നിന്നും റിസൈൻ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർട്ടപ്പ് കൂടി ഫെയിൽ ആയിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇവർ രണ്ടുപേരും കമ്പൈൻഡ് ആയിട്ട് നിർമ്മിച്ച 9 ആപ്ലിക്കേഷനുകളാണ് ഫെയിലർ ആയി പോയിട്ടുള്ളത്. എന്നാൽ 10ാമത്തെ ആപ്ലിക്കേഷൻ അത് ചരിത്രമായിരുന്നു. അതാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. അങ്ങനെ പരാജിതരായ രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ലോകം മുഴുവൻ ഒരു കൊടക്കീഴിലിരുന്ന് സംസാരിക്കുന്ന ക്ലബ് ഹൗസ് എന്ന ആപ്ലിക്കേഷനോടെ പിറവിയെടുത്തു. സിലിക്കൺ വാലിയിൽ നിന്നുള്ള ഈ ഒരു സെൻസേഷണൽ ആപ്ലിക്കേഷൻ ഇന്ന് 1 വയസ്സ് പോലും ആയിട്ടില്ല. അതിനിടയിൽ ഇന്ന് ക്ലബ് ഹൗസിന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് $4 ബില്യൺ ആണ്.